കൈനാട്ടി റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കെ.കെ. എം.എൽ.എ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ PRDയിൽ സാംസ്കാരിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറിയുമായിരുന്ന TK വിജയരാഘവന് ആദരവും നൽകി. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കൈനാട്ടി റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കെ.കെ. എം.എൽ.എ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ PRDയിൽ സാംസ്കാരിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറിയുമായിരുന്ന TK വിജയരാഘവന് ആദരവ് നൽകി. കലാസാഹിത്യ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് TK വിജയരാഘവന് റെസിഡൻസ് അസോസിയേഷൻ ആദരവ് നൽകിയത്. റെസിഡൻസിനെ നയിക്കുന്നത് 2 വനിതകളാണ് എന്നുള്ളതാണ്. 2 വനിതകൾ നയിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ അതിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക എന്നത് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിന് എത്തണം എന്നുള്ളത് വിചാരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം കൂടി അതാണ്. അത് നമുക്ക് മാതൃകാപരമാണ്. ഈ നാടിന് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. സ്ത്രീകളെ 2 പേരെ സാധാരണ നമുക്ക് കാണാം, ഒരു പ്രസിഡൻ്റായിട്ട് ഒരു വനിതകളെ നിർത്തുക, അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് ഒരു ആണുങ്ങളായിരിക്കും, പ്രസിഡൻ്റായിട്ട് വനിതയായിരിക്കും. പലപ്പോഴും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴും പല പുരോഗമന സംഘടനകളായാലും പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കും. പ്രസിഡന്റ് സ്ഥാനം മോശമാണ് എന്നതല്ല, പക്ഷേ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുക സെക്രട്ടറികൾക്കായിരിക്കും കുറച്ചുകൂടി ചുമതല ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. പക്ഷേ ഇവിടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് 2 സ്ത്രീകളെ തീരുമാനിച്ചു എന്നതാണ് നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും. അത് വളരെ തൻ്റെയിടത്തോടുകൂടി നടപ്പാക്കാൻ കഴിഞ്ഞു, അത് നയിക്കാൻ അവരെ ഏൽപ്പിച്ചു എന്നുള്ളതും വളരെ ചരിത്രപരമായ ഒരു തീരുമാനമായിട്ട് കാണുന്നു. വളരെ സന്തോഷം. വിജയരാഘവേട്ടനെ സാധിച്ചു എന്നതും അത് കൊടുക്കാൻ നിങ്ങളെടുത്ത തീരുമാനവും അതും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിട്ട് ചരിത്രപരമായ തീരുമാനമായിട്ട് തന്നെ കാണുകയാണ്. കാരണം വിജയരാഘവേട്ടനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ ആദരിക്കേണ്ടത് ഈ നാട്. കാരണം ഒരുപാട് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സാമൂഹ്യ മുന്നേറ്റത്തിൽ ചരിത്രപരമായി ഒരുപാട് പങ്ക് വഹിച്ച അതിനൊക്കെ ഒരുപാട് ഇടപെടൽ നടത്തിയ വ്യക്തിത്വങ്ങളെ ആദരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദരവ് കൊടുക്കാനും കൂടി തീരുമാനിച്ചെന്നാണ്. വിജയരാഘവേട്ടനെ പറ്റി ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഇതിൻ്റെ പരിചയപ്പെടുത്തൽ വിശദമായിട്ട് പറയും. ഞാൻ വളരെ കുറച്ചു നാളത്തെ പരിചയം, ഒരുപക്ഷെ ഒരു 5-6 നേരത്തെ ഉണ്ടായതും കൂടുതൽ അടുത്തതൊരു 3-4 വർഷമായിട്ടാണ് വിജയരാഘവേട്ടനായിട്ട് കൂടുതൽ അടുക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 2012 ശേഷമാണ് ഒരുപക്ഷെ അടുക്കാൻ കൂടി സാധിച്ചത്. ഇത്തരം ഒരുപാട് ആളുകളെ നമ്മൾ അറിയുകയും അവരെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള സമയവും അല്ലെങ്കിൽ സാഹചര്യവും ഉണ്ടായത് അതിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷമായി വടകരയിലെ ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നത്, പരിചയപ്പെട്ടു വരുന്നത്. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KM ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രമീള C, സെക്രട്ടറി ശോഭന MK, ട്രഷറർ ശശിധരൻ PT, C നിജിൻ, PK കുമാരൻ, പത്മനാഭൻ C, അബ്ദുൾ അസീസ് കോറോത്ത്, രജിൽ E തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.